ഹലോ, എൻ്റെ ചാനലിൽ ഞാൻ ഇതുവരെ ഇടാത്ത ഒരു ടൈപ്പ് വീഡിയോ ആണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത്. എൻ്റെ ഫ്രണ്ട്സ് ആക്ച്വലി റിക്വസ്റ്റ് ചെയ്തു ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുമായിരിക്കുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക് എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇങ്ങനത്തെ കണ്ടൻസ് ഇനി ഇടാം, ഇല്ലെങ്കിൽ ഇതോടുകൂടി സ്റ്റോപ്പാണ്. അപ്പോൾ വേറൊന്നുമല്ല, ചിറ്റ് ചാറ്റിംഗ് വിത്ത് മൈ ഡോക്ടർ ഹസ്ബൻഡ്. അതായത് മെഡിക്കൽ റിലേറ്റഡ് നമുക്ക് കുറച്ച് ഡൗട്ടൊക്കെ ഇല്ലേ, അതായത് കുറച്ച് മിത്തുകൾ അല്ലെങ്കിൽ നമ്മളുടെ ഇടയിലുള്ള കുറച്ച് ഡൗട്ട്സ്. അപ്പോൾ അതൊക്കെ ചേട്ടനോട് ചോദിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലെറ്റ്സ് വാച്ച് ഇറ്റ്. ചേട്ടാ, എനിക്കൊരു ഡൗട്ട്. ഈ കുറേ പേര് പറയുന്നുണ്ട് ഹോർമോൺ കുത്തിവെച്ച കോഴി കഴിക്കുമ്പോൾ പ്യൂബേർട്ടി പെട്ടെന്ന് വരും, അതുകൊണ്ടാണ് കുട്ടികൾക്ക് പ്യൂബേർട്ടി പെട്ടെന്ന് വന്നേ, അത് കൊള്ളൂല, ഹോർമോൺ കുത്തിവെച്ച കോഴിയാണ് ബ്രോയിലർ കോഴി, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ഇതിൽ വല്ല സത്യമുണ്ടോ? ആൾക്കാർ പറയണത് സത്യ, ആൾക്കാർ പറയുന്നത് എന്നത് സത്യ. നമ്മുടെ നാടൻ കോഴി അറിയാലോ, നമുക്ക് മാസങ്ങളെടുക്കും അതൊന്ന് വലിപ്പം വെക്കാൻ. പക്ഷെ ബ്രോയിലർ കോഴി അങ്ങനെയല്ല, നമുക്കൊരു 40-42 ദിവസം കൊണ്ട് തന്നെ ഒരു നല്ല പാകത്തിനാവും, ഒരു 2.5-3 കിലോ ഒക്കെ ആവും. അപ്പം അങ്ങനെ പെട്ടെന്നുള്ള വളർച്ച കണ്ടുകൊണ്ടാണ് ഇത് ആൾക്കാർ ഈ പറിച്ചിട്ട് തുടങ്ങിയത്. പക്ഷെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇറ്റ്സ് എ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം ബ്രോയിലർ കോഴി എന്ന് പറയുന്നത്. ബ്രോയിലർ താറാവുകളും ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഹോർമോൺ കുത്തിവെച്ചുകൊണ്ടല്ല കോഴികൾ വലുതാവുന്നത്. പിന്നെ എങ്ങാനും കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് 2 കോൺട്രഡിക്റ്റിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഒന്ന്, ഹോർമോൺ ഇഞ്ചെക്ഷൻസ് നല്ല ചിലവുള്ളതാണ്, നല്ല കോസ്റ്റ്ലിയാണ്. അപ്പോൾ സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻസ് ആണല്ലോ, ഇറ്റ് ഇസ് പ്രിറ്റി കോസ്റ്റ്ലി. അത് ഒരു കോഴിക്ക് കുത്തിവെച്ച് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. ഇനി എങ്ങാനും അങ്ങനെ ചെയ്തെന്ന് തന്നെ കരുതട്ടെ, ഒരു ഹോർമോൺ കുത്തിവെച്ച് വലിപ്പം വെപ്പിച്ച കോഴിയെ നമ്മൾ ഭക്ഷണമായിട്ട് കഴിക്കുകയാണെങ്കിൽ തന്നെ നമ്മളൊരു 60-70 ഡിഗ്രി സെൽഷ്യസിലെങ്കിലും വേവിക്കുമല്ലോ, ഒരു 5-10 മിനിറ്റ്, അല്ലെങ്കിൽ ഫ്രൈ ചെയ്യും. അങ്ങനെ കഴിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ഹോർമോണിൻ്റെ അംശം ഉണ്ടെങ്കിൽ തന്നെ അത് ഡിസ്ട്രോയിഡ് ആവും. പിന്നെ നമ്മൾ ചവച്ചരച്ച് ഡൈജസ്റ്റ് ചെയ്ത് കഴിക്കുമ്പോഴത്തേക്കും അതിലെ ഹോർമോണൊന്നും നമ്മുടെ ശരീരത്തിലോട്ട് അബ്സോർബോ ആക്റ്റോ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമിലാവത്തില്ല. അപ്പോൾ നമ്മളത് ഓർത്ത് പേടിക്കണ്ട. പിന്നെ ഏർലി പ്യൂബേർട്ടി ആവുന്നതിനുള്ള കാരണങ്ങൾ വേറെയാണ്, അത് പിന്നീട് വേണമെങ്കിൽ പറയാം. ഇപ്പം എല്ലായിടത്തും ഒരുപാട് ഫീവറിൻ്റെ കളിയാണല്ലോ, അപ്പോൾ കൂടുതലും വൈറൽ ഫീവർ ആണ്. അപ്പോൾ കുറേ പേർക്ക് ഇങ്ങനൊരു ധാരണയുണ്ട്, വൈറൽ ഫീവറിന് ആൻറ്റിബയോട്ടിക്സ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്യൂർ ആവുമെന്ന്. അപ്പോൾ അത് മിത്താണോ? എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? അതൊരു ആബ്സല്യൂട്ട് മിത്താണ്. നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ ആൻസർ ഉണ്ട്. ആൻറ്റിബയോട്ടിക്സ് അല്ലെങ്കിൽ ആൻറ്റി ബാക്ടീരിയൽ വൈറസുകൾക്ക് എഫക്റ്റ് ചെയ്യത്തില്ല. പിന്നെ വൈറസ് 90% ഓഫ് വൈറസസ് ആർ സെൽഫ് ലിമിറ്റിംഗ്. വന്ന് നമ്മുടെ തന്നെ പ്രതിരോധ ശക്തി വഴി നമുക്ക് അതിനെ ഫൈറ്റ് ചെയ്ത് മാറ്റാവുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ മെഡിക്കൽ ഡിക്റ്റത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, ആൻറ്റിബയോട്ടിക് കൊടുത്താൽ ഒരാഴ്ച കൊണ്ട് മാറും, ആൻറ്റിബയോട്ടിക് കൊടുത്തില്ലെങ്കിൽ 7 ദിവസം എടുക്കും മാറാനെന്ന്. അതൊരു കളിയാക്കി പറയുന്നതാണ്. ബേസിക്കലി ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ട ആവശ്യമില്ല, അത് എഫക്റ്റ് ചെയ്യത്തേ ഇല്ല ഫോർ വൈറൽ ഫീവർ. അത് കഴിക്കണേ കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? ഒബ്വിയസ്ലി ആവശ്യമില്ലാതെ ആൻറ്റിബയോട്ടിക് കഴിക്കുകയാണെന്ന് വെച്ചാൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്, അതായത് നമ്മുടെ ആദ്യം കഴിച്ച ആൻറ്റിബയോട്ടിക്കിന് പിന്നീട് നമുക്ക് ശരിക്കും ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുമ്പോൾ അതോ അതിനൊക്കെ ഹയറോ ആൻറ്റിബയോട്ടിക് സ്പെക്ട്രം കവറേജ് ഉള്ളതിന് വേണ്ടി വരും. സോ ആൻറ്റിബയോട്ടിക് യൂസേജ് വിത്തൗട്ട് പ്രോപ്പർ ഇൻഡിക്കേഷൻ ഇസ് ടു ബി സ്റ്റോപ്ഡ്. ചേട്ടാ, ആൽക്കഹോളിക്സിന് മാത്രമാണോ ഈ ഫാറ്റി ലിവർ കാണുക? അല്ല, ഫാറ്റി ലിവർ കാണാൻ അധികവണ്ണം ഒബീസ് ആയിട്ടുള്ളവർക്കും പിന്നെ ഡയബറ്റിക് പേഷ്യൻസിനും പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈല് ഭയങ്കര സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ് ആൻഡ് എക്സസ് കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് ഉള്ളവർക്കൊക്കെ വരാം. അവർക്കൊക്കെ വരാം അല്ലേ? യെസ്. ഈ പനിയൊക്കെ വന്നു കഴിയുമ്പോൾ നല്ല ക്ഷീണമൊക്കെ തോന്നൂലേ? അതുപോലെ തന്നെ ജനറലി ക്ഷീണം തോന്നുന്നത്, പിന്നെ പനിയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് റിക്കവറിക്കൊക്കെ IV ഇടുന്നത് ബെറ്റർ ആണോ, അല്ലെങ്കിൽ അതാണോ ഏറ്റവും ബെസ്റ്റ്? പനിയും ക്ഷീണമൊക്കെ വരുമ്പോൾ അത് നമ്മുടെ വൈറ്റേഴ്സ്, അതായത് BP, ടെമ്പറേച്ചർ എല്ലാം നോക്കി ആളുടെ ബ്ലഡ് കൗണ്ട്സ് ഒക്കെ നോക്കിയാണ് ചികിത്സിക്കുക. പിന്നെ
മിക്കതും നമുക്ക് ഓറൽ ഹൈഡ്രേഷൻ ആൻഡ് മെഡിക്കേഷൻസ് ഓറലി എടുത്താൽ തന്നെ മാറുന്നതാണ്. അല്ലാതെ ഈ ഗ്ലൂക്കോസ് IV കയറ്റുന്നതിനോട് ക്ഷീണത്തിന് ഗ്ലൂക്കോസും അങ്ങനെ IV കൊടുക്കുന്നത് നിർബന്ധമല്ല. അത് ചിലപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിന് ദോഷവും ചെയ്യാം, ഹാർട്ട് ഫെയിലിയർ പേഷ്യൻസിനും ദോഷം തന്നെ ചെയ്യാം. ഇപ്പോൾ ഒരു 25-ന് മുകളിലുള്ള പിള്ളേരുടെയൊക്കെ ഒരു ടെൻഡൻസിയാണ് മൾട്ടി വൈറ്റമിൻസ് ഒക്കെ എടുക്കുക എന്നുള്ളത് റെഗുലർ ബേസിസിൽ. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ഇൻഡിവിജ്വലിന് എങ്ങനെയാണ് വൈറ്റമിൻസ് ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ എടുക്കേണ്ട ആവശ്യമുണ്ടോ? മൾട്ടി വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ ഒരു സപ്ലിമെന്റ്സ് ആണ്. സപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായി ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിന് പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് സപ്ലിമെന്റ് ചെയ്യാൻ മാത്രമേ സഹായിക്കത്തുള്ളൂ. അതിൽ ഇപ്പോൾ വാട്ടർ സോളിബിൾ വൈറ്റമിൻസ് ഉണ്ട് ആൻഡ് ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസ്. ഈ വാട്ടർ സോളിബിൾ വൈറ്റമിൻസ് ആണ് ബി കോംപ്ലെക്സ് നമുക്കെല്ലാം ഓവർ ദ കൗണ്ടർ കിട്ടുന്നത്. അതുങ്ങൾ എടുക്കുന്നത് കൊണ്ട് ദോഷം കാര്യമായിട്ടില്ല, കാരണം അത് അധികമായിട്ട് എടുത്താൽ തന്നെ നമ്മുടെ മൂത്രത്തിൽ കൂടി പോകത്തുള്ളൂ. അപ്പോൾ ഇറ്റ്സ് ജസ്റ്റ് കോസ്റ്റ്ലി യൂറിൻ ദാറ്റ് ഇസ് എ സൈഡ് എഫക്ട് ടു ടേക്കിംഗ് ബി കോംപ്ലെക്സ് ആൻഡ് അതർ വാട്ടർ സോളിബിൾ വൈറ്റമിൻസ്. പിന്നെ ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസ് ആണ് ലൈക്ക് വൈറ്റമിൻ D വിച്ച് ഇസ് കോമൺലി പ്രിസ്ക്രൈബ്ഡ്. ആൻഡ് അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചും കണ്ടും വേണം, കാരണം അത് എക്സസ് ആണെങ്കിൽ അത് സ്റ്റോർഡായി നമ്മുടെ ലിവറിൽ സ്റ്റോർ ചെയ്യും ആൻഡ് ദാറ്റ് ക്യാൻ കോസ് ഡാമേജസ്. സോ ഡോക്ടറിനെ കണ്ട് അതിൻ്റെ ലെവൽസ് നോക്കി കുറവുള്ളത് ഏതാണെന്ന് കണ്ടുപിടിച്ച് അത് വൈറ്റമിൻസ് എടുക്കുന്നതാണ് നല്ലത്. ചേട്ടാ, ഈ ഷുഗർ ഡയറ്റൊക്കെ ഇപ്പം ഞങ്ങളുടെ ഇടയിൽ ഭയങ്കര പോപ്പുലറാണേ. അപ്പോൾ അതിൽ കുറേ പേര് പറയണ കേൾക്കാം ഈ നമ്മുടെ പഞ്ചസാര മാത്രം പ്രശ്നം, അല്ലെങ്കിൽ ജാഗറി പ്രശ്നമില്ല, ഹണി പ്രശ്നമില്ല, പിന്നെ അതേപോലെ തന്നെ ഇപ്പം ഇഷ്ടംപോലെ ഡ്രിങ്ക്സ് ഉണ്ട്, ഇതിൽ ഷുഗർ ഈ പഞ്ചസാര ഇട്ടിട്ടില്ല, പക്ഷെ നമ്മളത് കുടിച്ചു നോക്കുമ്പോൾ അത് സ്വീറ്റ് ആയിരിക്കും. ആർട്ടിഫിഷ്യൽ സ്വീറ്റ്. അതെങ്ങനെയാ സ്വീറ്റ് ആവണേന്ന് പറഞ്ഞോണ്ട് അങ്ങനത്തെ കുറേ ഡ്രിങ്ക്സ് ഒക്കെ പോപ്പുലർ ആവുന്നുണ്ട് ഞങ്ങളുടെ IT ഇതിലൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ? അതായത് എൻ്റെ ക്വസ്റ്റ്യൻ, പഞ്ചസാര കഴിച്ചാൽ മാത്രമാണോ നമ്മുടെ ബോഡിയിൽ ഷുഗർ കൂടാ? ഇല്ല, പഞ്ചസാര ഇസ് വൺ ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ്, വെരി ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആൻഡ് ഇറ്റ് ഹാസ് അഡിറ്റീവ് പൊട്ടൻഷ്യൽ ഓൾസോ. അപ്പോൾ അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യണം. ഒന്ന് ബിക്കോസ് ഓഫ് ദി അഡിറ്റീവ് ബിഹേവിയർ ആൻഡ് സെക്കൻഡ്ലി ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ്. ആൻഡ് യു ക്യാൻ ലിവ് വിത്തൗട്ട് ഇറ്റ്. നമ്മുടെ ഹ്യൂമൻ എവല്യൂഷനിൽ തന്നെ കുറച്ച് നാളായിട്ടുള്ളൂ നമുക്ക് ഷുഗർ എല്ലാത്തിലും ആഡ് ചെയ്ത് തുടങ്ങിയിട്ട്. പിന്നെ ഈ പുതിയ ഷുഗർ കട്ട് ഡയറ്റ് ഇതെല്ലാം ഇറ്റ്സ് ഗുഡ്, ബട്ട് ഇഫ് യു സപ്ലിമെന്റ് ദാറ്റ് വിത്ത് എൻ ഈക്വലി ബാഡ് കാർബോഹൈഡ്രേറ്റ് റിച്ച് അഡിറ്റീവ് ലൈക്ക് ഷുഗറിൻ്റെ അത്രയ്ക്ക് അഡിറ്റീവ് ടെൻഡൻസി ഇല്ലെങ്കിൽ ജാഗറി ഓൾസോ or any sweetener for that matter also adds to your carbohydrate or your calorie intake, so it doesn't serve the purpose. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ചോദ്യങ്ങൾ. അപ്പം നിങ്ങൾ പറ, നിങ്ങൾക്ക് ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണോ ഇല്ലെങ്കിൽ വേണ്ടേ? അപ്പോൾ ഹോപ്പ് യു ലൈക്ഡ് ഇറ്റ്. ബൈ.